അനിശ്ചിതത്വങ്ങൾക്കിടെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ബി.ജെ.പി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവും നിലമ്പൂർ സ്വദേശിയുമായ അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ സ്വീകരണം നൽകും. എന്നാൽ പാർട്ടിയുമായി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് ഒരു ബന്ധവുമില്ല എന്നാണ് കേരള കോൺഗ്രസ് പ്രതികരണം. നിലമ്പൂരിൽ മത്സരിക്കേണ്ടെന്ന അഭിപ്രായം ബി.ജെ.പിക്കും ബി.ഡി.ജെ.എസിനുള്ളിലും ശക്തമായിരുന്നു. ഇതിനിടെയാണ് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചത്. 4 പതിറ്റാണ്ടായി വിവിധ കേരള കോൺഗ്രസ് പാർട്ടികളിൽ പ്രവർത്തിച്ച മോഹൻ ജോർജ് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവാണ്. ഇന്നുച്ചയ്ക്ക് ശേഷം മോഹൻ ജോർജ് ബി.ജെ.പിയിൽ അംഗത്വമെടുക്കും. ശക്തമായ മത്സരമുണ്ടാകുമെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി. ബി.ജെ.പിക്ക് അനുകൂലമായ വലിയ സാഹചര്യമല്ലേ ഇപ്പോൾ നിലവിലുള്ളത്. എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. ക്രൈസ്തവരുടെ മനോഭാവം മാറിയല്ലോ, അവർക്ക് ബി.ജെ.പി അനുകൂലമായല്ലോ. കാരണം മോദിജി ചെയ്ത പ്രവർത്തനങ്ങൾ അത്ര നല്ലതാണ്, വലുതാണ്. തീർച്ചയായിട്ടും ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. ബി.ജെ.പിക്ക് ഇന്ത്യയിൽ തന്നെ വലിയ അടിത്തറയില്ലായിരുന്നല്ലോ പണ്ട്, ഇപ്പോൾ വലിയ അടിത്തറയല്ലേ. ഇത് കേരളത്തിലുണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയായ മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആൾ എന്നതും മോഹൻ ജോർജിനെ പരിഗണിക്കാൻ കാരണമായി. എന്നാൽ പാർട്ടിയുമായി മോഹൻ ജോർജിന് ഒരു ബന്ധവുമില്ല എന്നാണ് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എം.എൽ.എയുടെ പ്രതികരണം. 24 നിലമ്പൂർ.